അപ്പം ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ബിരിയാണിയാണ്. ഒരു രക്ഷയില്ല ഗൈസ്. ഞാൻ സത്യം പറഞ്ഞാൽ 2025 തുടങ്ങുമ്പം നോൺ വെജിൽ നിന്ന് വെജിറ്റേറിയൻ ആവണം എന്നുള്ളതായിരുന്നു എൻ്റെ ന്യൂ ഇയർ റെസൊല്യൂഷൻ. ഇന്നിപ്പോൾ എത്രാം തീയതി? 10-ാം തീയതി, 11-ാം തീയതി. നടക്കൂല ഗൈസ്. അതിന് മുന്നേ തന്നെ ഞാൻ ആ റെസൊല്യൂഷനൊക്കെ ഒഴിവാക്കി. നമുക്ക് ബിരിയാണി ഇല്ലാണ്ട് എന്ത് റെസൊല്യൂഷൻ. അപ്പോൾ നമുക്ക് ബിരിയാണി ഉണ്ടാക്കാനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു 1 kg ചിക്കൻ നല്ലോണം ക്ലീൻ ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ വേറൊരു പാത്രത്തിലേക്കായിട്ട് 1 സ്പൂൺ നമ്മളെ കാശ്മീരി മുളക് പൊടി, പിന്നെ 1 സ്പൂൺ നമ്മളെ സാധാരണ മുളക് പൊടി എരിവിന്, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂണ് കുരുമുളക് പൊടി, പിന്നെ ഉപ്പ് പാകത്തിനും കൂടെ ചേർക്കുക. പിന്നെ ഗരം മസാല 1 സ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്, തൈര് 3 സ്പൂൺ കേട്ടോ. അപ്പോൾ ഇത്രയും ആഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാണ്. ആ മസാലയൊക്കെ നല്ലോണം ഒന്ന് മിക്സ് ആവട്ടെ. ഇനി ഇതിലേക്കായിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച നമ്മളെ ചിക്കൻ പീസുകളുണ്ടല്ലോ, അത് ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളെ ചിക്കനും ഈ മസാലയും കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ചിക്കൻ്റെ മേലെ ആ മസാലയൊക്കെ നല്ലോണം ഒന്ന് പിടിക്കട്ടെ. പിന്നെ ഇതിൽ ഈ മസാലയിൽ നമ്മൾ കാശ്മീരി മുളക് പൊടി ആഡ് ചെയ്തത് ഇതിനൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ. അതിന് കാര്യമായിട്ട് പ്രത്യേകിച്ച് എരിവൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചും കൂടെ കാശ്മീരി മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. കാരണം വേണ്ടത്ര എരിവ് നമ്മൾ നേരത്തെ 1 സ്പൂൺ മാത്രം ആഡ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയില്ല. ഓക്കെ, അപ്പോൾ അത് ഇതേമാതിരി നല്ലോണം മിക്സ് ചെയ്യുക. ഇനി മിക്സ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഏകദേശം ഒരു അരമണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ ഇരിക്കട്ടെ കേട്ടോ. അത് അപ്പോൾ അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം. എന്നിട്ട് നമ്മൾ ഇത്രയും എമൗണ്ട് റൈസാണ് എടുത്തിട്ടുള്ളത്. അതായത് ഈ ഒരു പാത്രത്തിൻ്റെ ഒരു ഓറഞ്ച് പാത്രത്തിൻ്റെ മൊത്തമായിട്ടും സ്റ്റീൽ പാത്രത്തിൻ്റെ ഒരു 1/4 ഭാഗം ഇത്ര എമൗണ്ട് റൈസാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ എപ്പോഴും നമ്മൾ ബിരിയാണി വെക്കുന്ന നേരം എത്ര എമൗണ്ട് റൈസാണോ എടുത്തത് അതിൻ്റെ ഡബിൾ എമൗണ്ട് വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ വേവിക്കേണ്ടത് കേട്ടോ. ഇപ്പം ഞാൻ അരിയൊക്കെ നല്ലോണം കഴുകി ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇവിടെ ആയിട്ട് നമ്മൾ പട്ട, പൂവ്, ഏലക്കായ, ഗ്രാമ്പു, കുരുമുളക് ഇതെടുത്ത് വെച്ചിട്ടുണ്ട്. വേറൊരു പാനിലേക്ക് ചൂടാവുന്ന സമയത്ത് 1 സ്പൂൺ നെയ്യ്, 1 സ്പൂൺ ഡാൽഡ, 1 സ്പൂൺ സൺഫ്ലവർ ഓയിൽ, പിന്നെ അത് കൂടാണ്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച നമ്മളെ പട്ട, പൂവ്, ഏലക്കായ, ഗ്രാമ്പു, കുരുമുളക് ഇതും കൂടി ഈ ഒരു പാനിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് എന്താ പറയുക, നമ്മൾ ഡബിൾ എമൗണ്ട് വെള്ളം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതായത് നമ്മൾ ഓറഞ്ച് പാത്രത്തിൻ്റെ 2 പ്രാവശ്യം, പിന്നെ അത് മാത്രം സ്റ്റീൽ പാത്രത്തിൻ്റെ 2 പ്രാവശ്യമായിട്ടാണ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് നമ്മൾ ഉപ്പൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതും കൂടാണ്ട് ലെമൺ ജ്യൂസ് ഇതേമാതിരി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് നമ്മളുടെ പച്ചമുളക് 4 എണ്ണം, ഇഞ്ചി 2 പീസ്, വെളുത്തുള്ളി ഒരു 12 to 13 അല്ലി നമ്മൾ മിക്സിയിൽ നല്ലോണം ഒന്ന് ചതച്ചെടുത്ത് വെക്കാം. പിന്നെ ഉള്ളി ഒരു മീഡിയം സൈസ് 5 എണ്ണം നമുക്ക് വേണം. തക്കാളി ഒരു 2 എണ്ണം വേണം കേട്ടോ. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ വളരെ നൈസായിട്ട് നമ്മൾ അരിഞ്ഞ് വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു പാത്രത്തിൽ വെള്ളം നല്ലോണം തിളച്ച് വന്നു. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ അരി, അതായത് നേരത്തെ നമ്മൾ കഴുകി മാറ്റി വെച്ച അരി ഒന്ന് ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതുമാതിരി നല്ലോണം ഇളക്കി കൊടുക്കുക. പിന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിന് ഇതേമാതിരി ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 20 മിനിറ്റ് നമ്മളൊന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ 20 മിനിറ്റിന് ശേഷം നമ്മൾ അരി നല്ലോണം നമുക്കിവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉള്ളി, അതുമാതിരി തക്കാളി, പിന്നെ ഇതൊക്കെ നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അത് കൂടാണ്ട് നമ്മളുടെ മല്ലിച്ചപ്പും പുതിനയും കൂടെ ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ നേരത്തെ എടുത്ത് വെച്ച നമ്മളുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അത് നന്നായിട്ട് ചതച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അടുത്തതായിട്ട് നമ്മൾ ഈ ഉരുളിയിലേക്ക് നമ്മൾ ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും നമ്മളൊന്ന് വറുത്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മുന്തിരി ഇച്ചിരി ഒന്ന് കരിഞ്ഞു പോയി, പക്ഷെ കുഴപ്പമില്ല, നമുക്ക് തൽക്കാലത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മളുടെ അതായത് ഇപ്പോൾ അണ്ടിപ്പരിപ്പാണ് നമ്മൾ നല്ലോണം ഒന്ന് വറുത്തെടുക്കുന്നത്. വറുത്തെടുത്തതിന് ശേഷം നമ്മളൊരു പ്ലേറ്റിലേക്ക് ഇതിനെ മാറ്റി വെക്കുകയാണ്. ഇനി നമുക്ക് വേറെ കുറച്ച് പരിപാടികളും കൂടെ ഉണ്ട്. അപ്പോൾ ഇതേ ഉരുളിയിലേക്ക് തന്നെയായിട്ട് നമ്മളുടെ അരിഞ്ഞു വെച്ച ഉള്ളി ഇതുമാതിരി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് ആ ഒരു ഓയിലിട്ടിട്ടൊന്ന് എന്താ പറയുക, ഒന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. കാരണം ഉള്ളിയൊക്കെ നല്ല ബ്രൗൺ കളറായിട്ട് നമുക്ക് കിട്ടണം. ഓക്കെ, അപ്പോൾ ഇപ്പം ഏകദേശം നന്നായി റെഡിയായി വന്നിട്ട് ഉള്ളി ബ്രൗൺ കളറായിട്ട് നമ്മൾ വറുത്തെടുക്കുകയാണ്. ഇനിയിപ്പോൾ ഇതൊക്കെ നമ്മളൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുകയാണ്. അപ്പോൾ ഇത് മാറ്റി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ഭാഗം ഇതുമാതിരി ഉള്ളി വറുത്തെടുത്തത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം കേട്ടോ. ഇന്നൊരു ഭാഗം നമ്മൾ ഓൾറെഡി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ പറയാനുള്ളത്, നമ്മളുടെ ഈ ഒരു ഉരുളിയിലേക്ക് തന്നെയായിട്ട് കുറച്ചും കൂടെ എമൗണ്ട് അധികം ഓയിൽ ഒഴിക്കുന്നുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ചിക്കനെ നല്ലോണം ഒന്ന് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ വേണ്ടിയത്. നല്ല ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുകയാണ്.
അപ്പോൾ വേണ്ടത്ര ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മളുടെ നേരത്തെ റെഡിയാക്കി വെച്ച ചിക്കനെ നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം നമുക്ക് റെഡിയായി വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ നല്ല വറുത്തെടുത്ത ചിക്കനെ നമ്മൾ നേരെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ അത് കഴിഞ്ഞിട്ടില്ല. നമ്മൾ ഈ ഉരുളിയിലേക്ക് തന്നെയായിട്ട് നമ്മൾ നേരത്തെ നമ്മുടെ ചതച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അത് നേരെ നമ്മളുടെ ഈ ഒരു ഓയിലിലേക്ക് ഇട്ട് കൊടുത്തത് നന്നായിട്ട് ഇതേമാതിരി ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. പിന്നെ ഇതിലേക്കായിട്ട് നമ്മളുടെ അരിഞ്ഞു വെച്ച തക്കാളിയും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞിട്ടില്ല. ഇതിലേക്ക് പട്ടാപ്പൂവ്, ഏലക്കായും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഇതേമാതിരി ഒന്ന് നമ്മൾ മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യണേ. പിന്നെ പറയാനാണെങ്കിൽ നേരത്തെ വറുത്തെടുത്ത ഉള്ളി അല്ലെ ബ്രൗൺ കളറിൽ വറുത്തെടുത്ത ഉള്ളി നമ്മൾ എന്ത് ചെയ്യണം, ഡയറക്റ്റ് ഈ ഒരു എന്താ പറയുക ഉരുളിയിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. ഇതിലേക്ക് തന്നെയായിട്ട് നമ്മൾ കുറച്ച് എമൗണ്ട് കാശ്മീരി മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ബിരിയാണി മസാല 1 സ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല ഗരം മസാലയും കൂടെ 1 സ്പൂൺ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ നല്ലോണം മിക്സ് ചെയ്തെടുത്തതിന് ശേഷമായിട്ട് നമ്മൾ 2 സ്പൂണ് നമ്മളുടെ തൈരും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉപ്പ് ആവശ്യത്തിന് ഒന്ന് ചേർത്ത് കൊടുക്കുക. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുമാതിരി ഇതിലേക്കായിട്ട് നമ്മളിനി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ വറുത്തെടുത്ത ചിക്കനും ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ മസാല ഏകദേശം റെഡിയാണ്. അപ്പോൾ ഈ ചിക്കനും മസാലയും എല്ലാം കൂടെ നന്നായിട്ട് നമ്മൾ ആ ഒരു ഉരുളിയിൽ തന്നെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ മല്ലിച്ചപ്പും പുതിനയും കൂടെ കുറച്ചൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതും ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മേലെ ഇതേമാതിരി ഒരു അടപ്പ് വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് കുക്കാക്കി എടുക്കുക. അപ്പോൾ അത് ഏകദേശം നല്ല അടിപൊളിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല കിടിലനായിട്ടുള്ള ചിക്കൻ ഫ്രൈ ആണ് റെഡി ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ മതിയോ അതിൻ്റെ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ നല്ല കിടിലനായിട്ട് നമുക്ക് എന്തായാലും ഇപ്രാവശ്യം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം ചിക്കൻ അല്ലെങ്കിൽ അതിൻ്റെ മസാല ഇവിടെ റെഡിയാണ്. അപ്പോൾ അത് നമ്മളുടെ റൈസ് ഓൾറെഡി എന്താ പറയുക നല്ലോണം വെന്ത് റെഡിയായി നിൽക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇനിയാണ് നമ്മളെ മെയിൻ പരിപാടി വരുന്നത്. അതായത് നമ്മുടെ ആ ഒരു റൈസിൽ നിന്ന് നമ്മൾ കുറച്ച് എമൗണ്ട് റൈസ് നമ്മൾ മാറ്റി വെക്കണമെന്നുണ്ട് കേട്ടോ. വേറൊരു പാത്രത്തേക്ക് മാറ്റി വെക്കുന്നുണ്ട്. കാരണം ഇതൊന്ന് റെഡിയാക്കി എടുക്കാനുണ്ട്, ചെറിയ ഒരു പരിപാടി ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റൈസ് കുറച്ച് മാറ്റി വെച്ചു. ഇനി അതായത് നമ്മൾ ഈ ഒരു ചിക്കൻ പീസുകളെ എടുക്കുക. എന്നിട്ട് നമ്മൾ ചെയ്യുന്നത് നമ്മളുടെ ഇത് നേരെ നമ്മളെ ബിരിയാണി പോട്ടിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അതായത് നമ്മുടെ ആ ഒരു ബിരിയാണി അല്ലെങ്കിൽ ഒരു റൈസിൻ്റെ മുകളിലായിട്ട് ചിക്കനെ ഇതേമാതിരി ഒന്ന് വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്തതിന് ശേഷം പിന്നെ നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ച എന്താ പറയുക ഉള്ളി വറുത്തത്, ആ ബ്രൗൺ കളറിൽ നമ്മൾ വറുത്തെടുത്തിനു അത് ഇതേമാതിരി ഒന്ന് എല്ലായിടത്തേക്കും ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ കൂടെ എന്താ പറയുക നമ്മുടെ മല്ലിച്ചപ്പും പുതിനയും അതും ഒന്നും കൂടെ ഒന്ന് വെതറി കൊടുക്കുന്നുണ്ട്. ശേഷം നമ്മൾ ഇട്ട ചിക്കനെ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് റൈസ് നമ്മൾ നേരത്തെ മാറ്റി വെച്ച റൈസ് എടുത്തിട്ട് ഇതേമാതിരി കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് ജസ്റ്റ് ഒരു 2-3 ലെയറിൽ നമ്മൾ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പം അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം അതോടുകൂടി നമ്മുടെ പരിപാടി കഴിയുകയാണ് ഗൈസ്. അപ്പം ഇന്ന് നമ്മളൊരു നല്ലൊരു അടിപൊളി ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം ഇതെന്ന് പറയുന്നത് പൊരിച്ചെടുത്ത ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ. നമ്മൾ നോർമലി അല്ലാണ്ട് മറ്റേ നമ്മളെ മസാല ടൈപ്പുള്ള ബിരിയാണി വെക്കാറുണ്ട്. പക്ഷേ ഇത് പൊരിച്ചെടുത്ത ചിക്കൻ ബിരിയാണിയാണ്. അപ്പം നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ബിരിയാണി ഏതാണെന്നുള്ളത് തീർച്ചയായും കമൻറ്റ് ബോക്സിലൊന്ന് മെൻഷൻ ചെയ്യാം. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത് ചിക്കൻ ബിരിയാണി തന്നെയാണ് കേട്ടോ. വേറെ ബിരിയാണികൾ നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിലും ചിക്കൻ ഇതേമാതിരി പൊരിച്ചെടുത്ത ബിരിയാണിയാണ് എൻ്റെ ഫേവറേറ്റ് ആയിട്ട് വരുന്നത്. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. മറ്റ് വീഡിയോ ആയിട്ട് ഉടനെ കാണാം. ടിൽ ദെൻ ബൈ.